ഇവിടെ ബേസ് എന്ന് വെച്ചാൽ നമ്മൾ ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മനുഷ്യർ സന്തോഷമായിട്ടിരിക്കും, ആരോഗ്യം. അല്ല അധ്യാത്മം എന്ന് വെച്ചാൽ ഇന്ന് വലിയൊരു കച്ചവടമാണ്. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആരോഗ്യം, സന്തോഷം, ഈ രണ്ട് കാര്യങ്ങൾ ആധ്യാത്മം നമുക്ക് മനസ്സിലായത്. നമ്മുടെ ഗുരുപരമ്പരകളെല്ലാം ഇതിൻ്റെ അകത്ത് വളരെ സരളമാണ് അധ്യാത്മം. പക്ഷേ ഇന്നതൊരു വലിയ കച്ചവടമായി. ഇപ്പം മെഡിറ്റേഷൻ്റെ പ്രോഗ്രാംസ്, ഇപ്പോൾ കുണ്ഡലിനിയാണ് ഞങ്ങളുടെ മാർഗത്തിലുള്ള ഇത്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല. ഈ സംഭവം വേറൊന്നാണ്. ഇത് ഗുരു പരമ്പരയല്ലാതെ അല്ലാതെ ചേർന്നിരിക്കാനൊന്നും അറിയാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ അത് ചേർന്നിരിക്കാനൊക്കെ സമയമില്ല. അപ്പം അതുകൊണ്ട് കോഴ്സസ് ആയിട്ട് നമ്മളിങ്ങനെ കൊടുത്തു പോകുന്നു. അത് നല്ലൊരു ബിസിനസ്സാണ്, നല്ല കാര്യങ്ങളാണ്. കുറേ പേർക്ക് കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷെ പിൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇത് വൈദ്യശാലയാണ്, പാരമ്പര്യ വൈദ്യശാലയാണ്. നമ്മൾ വൈദ്യം പഠിച്ചതും നമ്മുടെ ആചാര്യൻ്റെയും സ്ഥലമാണിത്. നമുക്കതിനെപ്പറ്റി ആചരിക്കാൻ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രധാന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ സന്തോഷമായിരിക്കുക, ആരോഗ്യത്തിലിരിക്കുക, അതിലൂടെയുള്ള ഹീലിംഗ് എന്നുള്ളതാണ്. വൈദ്യം ഏതാണ് സ്പെഷ്യാലിറ്റി? വൈദ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ സമസ്ത മേഖലയും ബന്ധപ്പെടുന്നതാണ്. ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞൂടെ. ഇപ്പം ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ഉണ്ടെന്നറിയുമോ? ഇപ്പോൾ ആയുർവേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഷായം, ഗുളിക, പിഴിച്ചില്, ഒഴിച്ചില്, ഇത്രയൊന്നും അല്ല ആയുർവേദം. ആയുർവേദം വളരെ ആയുഷിനെ പറ്റിയുള്ള സകല വിഷയങ്ങളും അറിഞ്ഞാലേ ആയുർവേദം ആവും. അപ്പോൾ അതിനിപ്പം മരുന്ന്, കഷായം, ഗുളിക എന്നുള്ളൊരു കൺസെപ്റ്റേ അല്ല. എന്ത് കാര്യവും അതോട്ട് ബന്ധപ്പെടും. കാരണം ആയുവല്ലേ മനുഷ്യൻ, ജനിച്ചു തൊട്ട് മൃത്യു വരെയുള്ള കാര്യത്തെ എന്താ ബന്ധപ്പെടാത്തത്? അതുകൊണ്ട് സൈക്കോളജി, ഫിസിയോളജി, ഇത് എല്ലാ മേഖലകളും ഇതിൻ്റെ ബന്ധപ്പെടും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ബിസിനസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ അകത്ത് താങ്കളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണ്ടേ? താങ്കളുടെ മനസ്സ് എങ്ങനെ പോകുന്ന അറിഞ്ഞാൽ മാത്രം താങ്കളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ താങ്കളുടെ പ്രകൃതി, താങ്കളുടെ മുജ്ജന്മത്തിലുണ്ടാകുന്ന ക്വാളിറ്റീസ് ഇല്ലേ, നമ്മൾ അക്വയർഡ് ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പം പറഞ്ഞില്ലേ, മകനുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ട് ആ ക്വാളിറ്റി വന്നെന്നുള്ളത് എൻ്റെ പുറകെ കൂടെ നോക്കി കാണാൻ പറ്റും. അപ്പോൾ ആ ക്വാളിറ്റി ചേഞ്ച് വരുത്തണമെങ്കിൽ താങ്കൾക്കത് ചെയ്യാതെ പറ്റില്ല. ആ തലത്ത് കൊണ്ടുവന്ന് അത് കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്താൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ പറ്റും. അത് വേണ്ടാന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാം. പക്ഷെ അതിനകത്ത് എങ്ങനെയാണ് അത് ലിങ്ക് ചെയ്യുന്നത്, എങ്ങനെ അറിയാൻ പറ്റും? ഇതൊക്കെ ആയുർവേദത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ വന്നതിൻ്റെ ലക്ഷണം വരെ അറിയും ആയുർവേദത്തിൽ. ഇപ്പം നിങ്ങൾ വന്ന സമയം, തിഥി, ഈ സമയത്ത് ഗ്രഹനിലകൾ, ഇതൊക്കെ അറിയേണ്ടി വരും. ഇതൊക്കെ പുസ്തകത്തിൽ എടുത്ത് വെച്ച് നോക്കിയിട്ടോ പലകെ നോക്കിയിട്ടോ അറിയാമല്ല, അതൊക്കെ ദർശനത്തിൽ തന്നെ അറിയണം. അവൻ്റെ പേരാ വൈദ്യൻ. ദർശനം, സ്പർശനം, പ്രശ്നം കണ്ടറിയണം. പിന്നെ പ്രശ്നം എന്ന് വെച്ചിട്ട് അതിന് താഴ്ന്ന ലെവലാണ്, ഏറ്റവും താഴ്ന്ന ലെവലാണ്. പക്ഷെ ഇപ്പോൾ അതും കഴിഞ്ഞു പോയി. ദർശനം, സ്പർശനം, നാടി പിടിച്ചറിയാം നിങ്ങളുടെ സ്ഥിതികൾ. അതിന് താഴെയാണ് പ്രശ്നം, ചോദ്യം ചോദിച്ചറിയാം. ഇപ്പം അതുമില്ലല്ലോ, ടെസ്റ്റ് കൊണ്ടല്ലേ അറിയുന്നത്. ഏറ്റവും താഴത്തെ തലമായി. അപ്പോൾ വൈദ്യനാവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ദർശനാസ്ഥിതി നേടിയെടുക്കണം. അത് നേടിയെടുത്തൊന്നും അല്ല, അത് ഗുരുകൃപ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് വൈദ്യത്തിൻ്റെ തലമാണ്. അപ്പോൾ അവന് ഇപ്പോൾ എല്ലാ ഇപ്പം തോന്നില്ലേ, when you talk about Kotak Mahindra, I can understand what you are doing. When you talk about this thing, how I understand? Because I was a professional. I was a corporate head. So corporate ലെവലിൽ നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം, നിങ്ങളുടെ ലോകം എന്താണെന്ന് അറിയാം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ആശ്രമങ്ങളുമായിട്ടും എല്ലായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ വർഷങ്ങളായി നമ്മൾ ജീവിക്കണം. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് ബോധ്യമില്ല പറ്റുമോ? അല്ലേ, ഹൗ ക്യാൻ ഐ അഡ്വൈസ് ഹിം? ബിക്കോസ് ഹി ഈസ് എ ന്യൂ വൺ, ഹി ഈസ് യങ്ങസ്റ്റ് ആൻഡ് ഹി വാണ്ടഡ് ടു ഡു സംതിങ് ഇൻ ലൈഫ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് ഹിം? ചുമ്മാ അധ്യാത്മം പറഞ്ഞുകൊണ്ടോ ശാന്തമായിട്ടിരുന്നാൽ പറഞ്ഞു പറ്റുമോ? പൈസ ഒന്നും വേണ്ട, മക്കളെ ഇവിടെ കൂടിയിരുന്നു കുത്തിയിരുന്നു പറഞ്ഞാൽ പറ്റുമോ? കൊടുക്കുക, പണിയെടുക്കുക. പക്ഷെ അതിന് ഹൗ ടു ഗൈഡ് ഇറ്റ്, യു നീഡ് ടു നോ. ഇതെല്ലാം ആയുർവേദം തന്നെയാണ്. ഇപ്പോൾ സ്കൂളിൻ്റെ പ്രൊജക്റ്റിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, അല്ല എന്തുകൊണ്ട് മനസ്സിലാവും? നമ്മൾ ഈ തലങ്ങളിൽ കൂടെയൊക്കെ നമ്മുടെ ഗുരു നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഗുണമല്ലത്. ആ തലങ്ങളിലൊക്കെ പോയാൽ മാത്രമേ അധ്യാത്മ തലങ്ങളിലേക്ക് വരും. അവർ വരുമ്പോൾ സിമ്പിളാ കാര്യം. അപ്പോൾ ശ്രേയസ് എന്ന് വെച്ചാൽ അധ്യാത്മ പുരോഗതി എന്ന് പറയും. നമ്മുടെ ആ പ്രകാശം ഉണരില്ല ആ ശ്രേയസ്. പ്രേയസ് എന്ന് വെച്ചാലോ ഭൗതിക പുരോഗതി. രണ്ടും ഹാൻഡ് ടു ഹാൻഡ്. ഇപ്പം പറഞ്ഞില്ലേ ആശ്രമങ്ങളിൽ കടക്കണിയിലാവുന്ന, ആശ്രമത്തിന് കടക്കണിയാവുന്നത് എന്തുകൊണ്ടാവുന്നു? സിമ്പിളാണ് കാര്യം. അവിടെ അധ്യാത്മമല്ല നടക്കുന്നത്. അധ്യാത്മം നടക്കുന്നത് പട്ടിണിയിൽ പോലും ഉണ്ടാവില്ല. അവിടെ കഞ്ഞി സാക്ഷാ അന്നപൂർണേശ്വരിക്ക് കൊടുത്തല്ലേ പറ്റും. അന്നപൂർണേശ്വരിക്ക് അവിടെ കൊടുക്കാതിരിക്കാൻ പറ്റും, കാരണം അവിടെ ഇരിക്കുന്ന ശിവനാ. അവള് കൊടുക്കാരും കൊടുക്കും. അവിടെ ഒന്നും മുട്ട് വരില്ല. പിന്നെ അവിടെ വലിയ കെട്ടിടങ്ങൾ വെക്കണോ മറ്റുള്ള കാര്യങ്ങളോ ഒരു കച്ചവടമാക്കി വരണം. അവിടെ മുട്ട് വരാം. ഇരിക്കുന്ന സ്വാമി കഴിവില്ല, വലിയ മുട്ടാവും. ഇനി ആശ്രമം ഉണ്ടെങ്കിൽ സ്വാമിക്ക് മഹാമുട്ടാവും. കാരണം പാപം വർദ്ധിക്കുമ്പോഴാണ് ഒരു മഠാധിപതിയാകുന്നത്. ഞാൻ പറയുന്നതല്ല, അധ്യാത്മത്തിലുള്ളതാ. അതുകൊണ്ട് നമ്മുടെ പരമ്പര പൊതുവെ ഇതിനൊക്കെ ഓടി മാറിക്കോളം പറയും.
ഒരു വടവൃക്ഷം എൻ്റെ ചുവട്, ഒരു കുടിൽ കൂടി വന്നാവാം, അതുപോലും പാടില്ല. കരുതല ഭിക്ഷാതരല്ലത് വാസ എന്നാണ് ഫോറസ്റ്റ് മാർഗം. പക്ഷെ നമ്മുടെ ഗുരു നമ്മുടെ ആവശ്യപ്പെട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്രഹം അനുഭവം സെറ്റാണ്. നമുക്ക് ഗുജറാത്തുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയാണ്, ആരുടെയും കടം മേടിച്ചിട്ടില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഇവിടെ വന്ന് ഗുരു പറഞ്ഞു ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹരിദ്വാറിൽ നമ്മൾ ആശ്രമം ഉണ്ടാക്കി ഗുരുദേവന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നമ്മുടെ കാശുണ്ടായിരുന്നു, നമ്മൾ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. 2010 ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ശമ്പളം ഉണ്ടായിരുന്നു എനിക്ക്. ഇന്ത്യ നല്ല ശമ്പളവും നല്ല ടോപ്പ് മാറി. ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയുടെയൊക്കെ വൈദ്യനായിരുന്നു, അന്ന് പ്രസിഡന്റ് ആയിരുന്നു. മോദിക്ക് വേണ്ട സകല ആയുർവേദ സെറ്റപ്പും ഞാനാ ചെയ്തത്. അപ്പോൾ നമ്മൾ ഹൈ പ്രൊഫൈലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കാട് കയറിയത്. എല്ലാം ഉപേക്ഷിച്ച് കുടുംബം, നല്ല സുന്ദരമായ കുടുംബമുണ്ട്. എനിക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. മകള് BMS പഠിക്കുന്നു, മകൻ LLB പഠിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടതും എല്ലാം എന്നിട്ട് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭാര്യയോട്, ഞാൻ ഈ വഴിക്ക് പോകും. അത് ഹിമാലയത്തിൽ വെച്ചാൽ വിവാഹം കഴിച്ചത്. അത് വേറൊരു കഥ. പുസ്തകം ഇറങ്ങുന്നുണ്ട്, കുറേ കഥകളൊക്കെ ഉണ്ട്. എനിക്ക് ചികിത്സയുടെ കുറേ രഹസ്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ഇന്നത്തെ ഊർജ്ജ കാർമ്മിക ചികിത്സകളുണ്ട് ആയുർവേദത്തിലുള്ള. അതും ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിൽ പറയും. 3 ചികിത്സകൾ ആയുർവേദത്തിലുള്ളത്. ഒന്ന് നമ്മൾ പറയുന്ന ലോജിക്കൽ, യുക്തി വ്യപാശ്രയം. യുക്തി വെച്ചാൽ ലോജിക്കൽ, യുക്തിയെ ആശ്രയിച്ചുള്ളതാണ് യുക്തി വ്യപാശ്രയം. 2 കർമ്മത്തെ ആശ്രയിച്ചുള്ളത്. കർമ്മത്തെ ആശ്രയിച്ചുള്ളത്, മനസ്സിനെ ആശ്രയിച്ചുള്ളത്. മനസ്സിനെ ആശ്രയിച്ചുള്ള സത്വാവജയം എന്ന് പറയും. സത്വം വെച്ചാൽ മനസ്സ്. മാനസിക ചികിത്സ എന്നല്ല അവിടെ അർത്ഥം. അവിടെ ഒരു ആളുടെ ധൈര്യം, ബുദ്ധി, അയാളുടെ ആത്മബലമൊക്കെ കൂടുന്നതനുസരിച്ച് രോഗങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാവും. അറിയാമല്ലോ, ബലമുള്ളതിന് അധികം അസുഖങ്ങൾ അയാളെ ബാധിക്കില്ല, വന്നാലും ഒക്കെ താങ്ങാനുള്ള ബലമുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യന് മനോബലമില്ല. സത്വത്തെ, മനസ്സിനെ ബലപ്പെടുത്തുന്നതിലൂടെ ഒരു മനുഷ്യനെ രോഗങ്ങൾ മാറ്റാൻ പറ്റും. ആയുർവേദത്തിൽ ഇതും ഉള്ളതാണ്. ഇനിയുണ്ട് കർമ്മത്തെ ആശ്രയിച്ചുള്ളത്. അതിനെ ദൈവോപാശ്രയം എന്ന് പറയും. എന്നുവെച്ചാൽ വിധി, കർമ്മം, നമ്മൾ മുന്നേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രോഗം. ഈ രോഗം എന്ന് വെച്ചാൽ ഈ വരുന്ന പനിയും ജലദോഷവും ഡയബറ്റീസും കൊളസ്ട്രോളും എന്നുള്ള അർത്ഥമായി അല്ല ആയുർവേദം കാണുന്നത്. ആയുർവേദം കാണും മനസ്സിന് സ്ഥിരതയില്ലായിരിക്കാം, അസ്ഥിരത ഉണ്ടാവില്ലേ, നമുക്ക് മോഹങ്ങൾ നമുക്ക് വർദ്ധിക്കുക, മനസ്സിൻ്റെ സ്ഥിരതയില്ലാത്ത അസ്ഥിരത, അരതി എന്ന് പറയും. ഔത്സുക്യം, ഓരോന്നിനും ആവശ്യമില്ലാത്ത ക്യൂരിയോസിറ്റി വർദ്ധിച്ച് 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 നമുക്ക് ഓരോന്നിലേക്കും മനസ്സ് വിട്ടുപോകാം. ഇതിനെ അടിസ്ഥാന രോഗങ്ങളായിട്ട് ആയുർവേദം കാണുന്നത്. അപ്പോൾ നമ്മളവിടെ സൂക്ഷിക്കേണ്ടത് എത്ര സൂക്ഷ്മമായിട്ട് കാണുന്നുണ്ട്. അതിൽ കർമ്മബന്ധങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? ആഗ്രഹിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് നേടാൻ പറ്റുന്നില്ല? നമ്മൾ ഈശ്വരനാണെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം നമുക്ക് വികല്പങ്ങളുണ്ട്, സങ്കല്പത്തിന് ഉറപ്പില്ല, ദൃഢത വരുന്നില്ല. അതുകൊണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ ആയുർവേദത്തിലുള്ളതാണോ? അതെ. അപ്പൊ ആയുർവേദം ഏത് മേഖലയെ ബന്ധപ്പെടാത്തത്? അപ്പൊ താങ്കൾ ചോദിച്ചതിന് ഉത്തരവാണ് ഞാൻ നീട്ടി വലിച്ച് പറയുന്നത്. ആയുർവേദം ബന്ധപ്പെടാത്ത ഒരു മേഖലയില്ല. അതാ ഇവിടുത്തെ ചികിത്സ. ചോദിച്ചില്ലേ ഏത് സമ്പ്രദായമാണ്? പേര് പറയുമ്പോൾ ആയുർവേദമാണ്. ഇനി ആയുർവേദം തന്നെ രണ്ടായിട്ട് അഭിരിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ആര്യവൈദ്യം, ചിന്താർമണി വൈദ്യം എന്ന് പറയും. സിദ്ധവൈദ്യം എന്നറിയപ്പെടുന്നത്. ആര്യവൈദ്യം എന്ന് വെച്ചാൽ എന്താ? കണ്ടിട്ടില്ലേ? വലിയ ഉരുളിയൊക്കെ ഇട്ട് നല്ല ഗംഭീരനായിട്ടിരുന്ന അതിൻ്റെ തത്വജ്ഞാനമാണ് പ്രാധാന്യം. സിദ്ധവൈദ്യത്തിലോ പ്രയോഗം വൈശിഷ്ട്യമാക്കുക. പ്രയോഗത്തിൽ അവർ മിടുക്കന്മാരാണ്. ഒരു കുറിച്ച് കാര്യമുണ്ട്. പക്ഷെ അവർക്ക് വാചോടിക്കാൻ പറ്റില്ല. ഈ രണ്ടും കൂടെ ചേർന്നാലേ ആയുർവേദം ആവും. പ്രയോഗത്തിൽ നിപുണനായിരിക്കണം, ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള വാക്ചാതുര്യവും അല്ലെങ്കിൽ ആ ഗുണവും ബുദ്ധി കൊണ്ട് ക്ലാരിറ്റിയും വേണം വൈദ്യന്. സിദ്ധവൈദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാടന്മാരെന്ന് പറയില്ലേ, രണ്ട് ഉരച്ചിട്ട് കൊടുക്കും. ഭസ്മം എന്ന് വെച്ചാൽ വളരെ സ്ഫുടം ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അല്പം കൊണ്ട് വലിയ രോഗങ്ങൾ മാറ്റും. അല്ലെങ്കിൽ ഒരു ചെടി എടുത്ത് പറിച്ച് അരച്ച് അതിൻ്റെ ഒറ്റമൂലിയായിട്ട് കൊടുക്കും. ഇതൊക്കെ സിദ്ധവൈദ്യ പ്രയോഗങ്ങളാണ്. പലതരത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് അവർ സാധാരണ തലത്തിലാ കാണുക. അത് ശിവന്റെ വൈദ്യമാണ്. ശിവൻ സരളമാണല്ലോ. പക്ഷേ ഈ ധന്വന്തരി മൂർത്തി വരുമ്പോൾ ഗംഭീരനല്ലേ, വിഷ്ണുവിൻ്റെ അവതാരമല്ലേ. അതിൻ്റെ അകത്ത് വരുമ്പോൾ വലിയ ബംഗ്ലാവും കാര്യങ്ങളും ഒക്കെ വേണ്ടേ, ഗംഭീരനായിരിക്കേണ്ട വൈദ്യൻ. ഈ രണ്ടുകൂടെ ചേർന്നാലേ ആയുർവേദത്തിന് പൂർണ്ണത വരുമെന്ന് പറയാറ്. രണ്ടുകൂടെ ചേരുന്നതാണ് ആയുർവേദം സത്യത്തിൽ. ആര്യവൈദ്യവും ചിന്താർമണി വൈദ്യവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ശ്രമിക്കുകയാണ്. അവിടെ മൂർത്തി വിഷ്ണുവിന്റെ രീതി എങ്ങനെയാണല്ലോ. പക്ഷെ വിഷ്ണു ഭജിക്കുന്ന ശിവനെ, ശിവൻ ഭജിക്കുന്ന വിഷ്ണുവിനെയാണെന്ന് മനസ്സിലാക്കണം. ശിവൻ രാം രാം എന്ന് പറയും, വിഷ്ണു ശിവ ശിവ എന്ന് പറയും. രാം രാം ഏത് ദശരഥന്റെ മകനായ രാമനല്ല, സർവ്വം നിറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തത്വങ്ങളാണ്. ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണുവിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്.
അഗ്നിയില്ലേ, അതിനെ ആ ഈശ്വരൻ എന്ന് വിളിക്കാം. ജഡത്തിൽ അഗ്നിയില്ലെങ്കിൽ ദഹനമില്ലല്ലോ, ബുദ്ധിയിൽ അഗ്നിയില്ലെങ്കിൽ തെളിച്ചം ഉണ്ടാവില്ല. ഇല്ലാത്ത അഗ്നിയാണല്ലോ പാചകം ചെയ്യുന്നത്. പരിണാമത്തിന്റെ തത്വത്തെയാണ് അഗ്നി എന്ന് വിളിക്കുന്നത്. പരിണമിപ്പിക്കുന്നില്ലേ പ്രകൃതിക്ക് നിരന്തരം. എന്താണ് ഈ പ്രകൃതി പരിണമിപ്പിക്കുന്നത്? ആ തത്വമാണ് അഗ്നി. അല്ല തീ എന്നുള്ളത് വൈശുദ്ധി ഉണ്ടല്ലോ, ജഡരാഗ്നി എന്ന് പറയും. ബുദ്ധിക്കുള്ള അഗ്നിയുണ്ട്. ധാതുക്കൾ ഒന്നായിട്ട് പരിണമിക്കുന്ന ധാത്വാഗ്നികളുണ്ട്. ഇങ്ങനെ പലതരം അഗ്നികൾ പറയും. ഭൂതങ്ങൾ പരിണമിക്കാനുള്ള ഭൂത്വാഗ്നി, അങ്ങനെയൊക്കെ പറഞ്ഞ അഗ്നികളെ പറ്റി പറയും. ഇതുപോലെ ജലമല്ലേ ജീവൻ. നാരായണൻ, നാരത്തിൽ അയനം ചെയ്യുന്നവൻ. നാരേതി അയനേതി ഇത് നാരായണ. എന്നുവെച്ചാൽ വെള്ളത്തിൽ ഇരിക്കുന്ന ജീവതത്വത്തെയാണ് നാരായണൻ എന്ന് വിളിക്കുന്നത്. വെള്ളമോ നാരായണൻ, അതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് കുണ്ടലിനി വരുമ്പോൾ അത് ഊർജത്തിന്റെ ഉയർന്ന തലത്തെ പറ്റി പറയുന്ന ആ വെള്ളത്തിന്റെ വേറെ തലമാണ്. ഇനി വായുവിൽ ചലിക്കുന്നു ചലിപ്പിക്കുന്നു. ഇപ്പൊ ജീവൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് പോയ ജീവനുണ്ടോ? വായുവില്ല, പ്രാണം നിന്നാൽ തീർന്നു. അഗ്നിയില്ല, തീർന്നു. തണുത്തു പോവില്ലേ ശരീരം? കൂടാതെ ജലമില്ലെങ്കിലും ജീവനില്ല. ഇത് മൂന്നും കൂടെ ഈ തത്വങ്ങൾ ചേരുമ്പോഴാണ് തത്വസംഘാത ശരീരം. അവിടുന്ന് ആയുർവേദം അതിനെ വികസിപ്പിച്ച് ഈ തത്വങ്ങളിലേക്കും ചികിത്സയിലേക്കും വരുന്നു. വളരെ ഗഹനവും വളരെ സുന്ദരവുമാണ് ഇതൊക്കെ. ഇത് തന്നെ അധ്യാത്മശാസ്ത്രത്തിൻ്റെ ബേസ്. ഇതൊന്നും വേറെ വേറെയല്ല. വേദാന്തം പഠിച്ചാലും അറിയണ്ടേ? ശങ്കരൻ പഠിപ്പിച്ചാലും പഠിക്കണം, വേദാന്തത്തിൽ പഠിച്ചാലും സിദ്ധാന്തത്തിൽ പഠിച്ചാലും ഈ സാഖ്യാദി കാര്യങ്ങളൊക്കെ പഠിച്ച് തത്വജ്ഞാനം എല്ലാത്തിനും പഠിക്കണം. അപ്പൊ ആയുർവേദം ഇവിടെ ഇല്ലാത്ത ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ദിവസം മുഴുവൻ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അഗ്നിയെക്കുറിച്ച് അഗ്നിഹോത്രം എനിക്ക് ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു പ്രഭാഷണത്തിൽ കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ വലിയ ആളുകൾ പഠിച്ചാൽ കൊള്ളാം. കാരണം ഭോപ്പാലിലെ ഗ്യാസ് ട്രാജഡിയെ കുറിച്ച് അദ്ദേഹം കണക്ട് ചെയ്യുന്നത് പഠിക്കാൻ പറ്റുമോ? അഗ്നിഹോത്രികൾ കേരളത്തിൽ ഇല്ലല്ലോ. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റി. കാസർഗോഡുള്ളൊരു സ്വാമി അദ്ദേഹം 14 കൊല്ലമായിട്ട് റിസർച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് എത്താൻ പറ്റിയ അഗ്നിഹോത്രം പഠിപ്പിച്ചു ഞാനിത് വീട്ടിൽ ചെയ്യുന്നു. അപ്പോൾ അഗ്നിസ്വരൂപായ ബ്രഹ്മണേ നമ, ബ്രഹ്മസ്വരൂപായ അഗ്നയേ നമ എന്ന് പറയുന്നൊരു മന്ത്രം. അഗ്നി ബ്രഹ്മമാണ്, ബ്രഹ്മം അഗ്നിയാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തെ എങ്ങനെയാണ് നമ്മുടെ തത്വങ്ങളൊക്കെ പറയാൻ പഠിക്കാൻ അറിയാം. നിങ്ങളുടെ കയ്യിലും അഗ്നിയാണ്, നടരാജന്റെ കയ്യില്. അഗ്നിയാ ശിവൻ എന്ന് വിളിക്കാം. അഗ്നിഹോത്രമാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. എല്ലാവരും അഗ്നിഹോത്രികളാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല. അമ്മ അടുപ്പിൽ കറി വെക്കുമ്പോൾ തീ എത്തിച്ച് അഗ്നിഹോത്രം തുടങ്ങുക. അതിൽ പ്രാർത്ഥനയോട് കൂടി ഇതം നമമ, ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ധർമ്മമാണ്, അനുഷ്ഠിക്കുന്നു എന്നുള്ള അവർക്ക് ചെയ്യുന്നു. ബ്രാഹ്മണൻ പൂജ ചെയ്യുമ്പോഴും അഗ്നിഹോത്രം, ഹോമങ്ങൾ ചെയ്യുമ്പോൾ അഗ്നിഹോത്രം, ഇതൊക്കെയാണ് എല്ലാത്തിലും ഉള്ളത്. ആഹാരം കഴിക്കുമ്പോഴത്തെ പ്രാണായ സ്വാഹ, പാനായ സ്വാഹ തുടങ്ങി പഞ്ചപ്രാണം കൊടുത്തിട്ട് പറയുക അഗ്നി കൊടുത്ത് ഭജിപ്പിച്ച് അന്നരസമാക്കി അത് രസരക്തമാംസം ഏതാസ്തി പഞ്ചശുക്രാദികളാണ് ധാതുക്കളായിട്ട് പോണേ. ഈ അവസാനം ശരീരം കൊണ്ട് വെക്കുന്നത് അവസാനത്തെ അഗ്നിഹോത്രം തന്നെയാണ്. എല്ലാ അഗ്നിക്കാണെല്ലാം സമർപ്പിക്കുന്നത്. അഗ്നി ശുദ്ധി ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വേറൊന്നായി പരിണമിക്കും. പരിണാമത്തിലുള്ള ഈ വായുവിൻ്റെ ഉരസലിലുണ്ടാകുന്ന ഘർഷണത്തിലുണ്ടാകുന്ന അഗ്നിയാണ് വായുവിനെ ജലമാക്കി മാറ്റുന്നത്. ജലം പൃഥ്വിതത്വമാകുന്നു. വായു ഇരിക്കുന്ന ആകാശത്തും. പഞ്ചഭൂതങ്ങളുടെ രഹസ്യം അത്രേ ഉള്ളൂ. പക്ഷെ അനുഭവിച്ചറിയണം, അല്ലാതെ ഉറപ്പില്ല, സംശയം തോന്നും. ഇതൊന്നും പഠിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിലുള്ളതും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ അതിനെ തിരിച്ചറിയുമ്പോൾ, നമ്മളതിനെ സ്വാംശീകരിക്കുമ്പോൾ ഇതാണ് തെളിച്ചമുണ്ടാവും. അല്ല ചുമ്മാ അങ്ങ് മനസ്സിലാക്കുമെന്നോ, അല്ല ഇത് കേട്ട് പഠിക്കുകയോ കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അത് എന്ന് നമ്മുടേതായിത്തീരുന്നോ, എന്ന് വരെ അസ്വാനുഭവമായിത്തീരുന്നോ, അന്ന് വരെ നമ്മൾ ഈ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. എന്നാവുന്നു അന്ന് ശാന്തമാവും. ഇതേ ഉള്ളു വഴി, വേറെ വഴിയില്ല. അതുകൊണ്ട് അനുഭവിച്ചറിയണം പറഞ്ഞത്. അപരോക്ഷ ജ്ഞാനം എന്നൊക്കെ ശങ്കരൻ പറഞ്ഞ് നേരിട്ട് അങ്ങോട്ട് അറിയണം. വേറെ ഒന്നിൻ്റെ ഇതില്ലാതെ, ബുദ്ധിയുടെ പോലും മറയില്ലാതെ നേരിട്ടറിയണം. ബുദ്ധി പോലും അതിനെ വിശ്ലേഷിച്ച് കളയും. മനസ്സ് മുറിച്ചുകൊണ്ടേ ഇരിക്കുക. അഹങ്കാരം ഇതിനെ മുഴുവൻ വേറൊന്നാക്കി മാറ്റിയിരിക്കുക, മറയിട്ടിരിക്കുക. ഇതൊന്നുമില്ലാതെ നേരിട്ട് ഡയറക്റ്റായിട്ട് അറിയണം. അതെങ്ങനെയാണ്? അത് ഗുരുവിലറിയാതെ അങ്ങനെ അറിയും. ഒരു തുള്ളി അന്വേഷിക്കുക, സമുദ്രം എന്താണ്, സമുദ്രം എന്താണ്. തുള്ളി അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്നു. അങ്ങനെ ഒരു ദിവസം ഗുരുകൃപ കൊണ്ട് ആ തുള്ളി സമുദ്രത്തിൽ വീണു. പിന്നെന്ത് പറയും? തുള്ളി പിടിക്കുക, നീ എവിടെ? തുള്ളിയേ ഇല്ലല്ലോ. പിന്നെ അതിലൂടെ സംസാരിക്കുന്ന മുഴുവൻ സമുദ്രമാണ്.
ഇങ്ങനെ ആധ്യാത്മിക സാക്ഷാത്കാരം എന്നൊക്കെ പറയാൻ സാധനം എന്താ പറയുന്നത് നമുക്കൊന്നും അറിയില്ല, കാരണം ഞാനില്ലല്ലോ. അവൻ പറയും, ഞാനും ഇത് കേൾക്കും, എവിടെയോ ഞാനിരിപ്പുണ്ട് ചെറിയൊരു അഹങ്കാരമായിട്ട്, ഞാനും ഇത് കേൾക്കും. പറയുന്ന ആര്? അവൻ. കേൾക്കുന്ന ആര്? അതും അവൻ തന്നെ. അതിൻ്റെ തെളിച്ചുകൊണ്ടാണ് ഈ അഗ്നിഹോത്രം ചെയ്തേ പറ്റും, അഗ്നിഹോത്രം മനസ്സിലാക്കിയേ പറ്റും. അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാന കർമ്മത്തിൻ്റെ ഹോമമാണ്. നമുക്ക് വേണ്ടിയല്ല, നമ്മൾ നമ്മളെ കത്തിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി അത് സഹായിക്കണം. ഏത് ഭാവത്തിലാണ് മന്ത്രത്തിനുപരി ഭാവം ഇതിൻ്റെ റിസൾട്ട് വരുന്നത് നമ്മുടെ ജപത്തിൽ ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന വൈബ്രേഷനാണ്, അത് ഉള്ളിലുള്ള ഭാവത്തിനാണ്. ഏതാണ് ഒരു നടൻ നന്നായിട്ട് നടിക്കും, നല്ല നടൻ. ഇപ്പം മോഹൻലാലൊക്കെ അഭിനയിച്ച ഒറിജിനലായിട്ട് തോന്നില്ലേ? പക്ഷെ നടനെപ്പോഴും അറിയാം നാടകമാണില്ലേ, ഇല്ലേ? അപ്പോൾ നടന്റെ ഭാവം അതല്ലേ നമ്മൾ പുറത്തുള്ളവർ കാണുന്നത്. അവനതെങ്ങനെ പ്രതിഫലിപ്പിക്കണമെന്ന് നടനറിയാം. ആ പ്രതിഫലിക്കാൻ കാണുന്നവൻ എന്താ കിട്ടിയത്? അവന്റെ ഭാവം അഭിനയിച്ചു കുറിച്ച് അതിൻ്റെ വികാരം ഇവനിലുണ്ടായി. അപ്പോൾ സക്സസ്ഫുൾ ആയ നടനായി, അല്ലേ? എല്ലാം ഒന്നും അറിയണ്ട, അത് എങ്ങനെ ഇത് വന്നു കഴിയുമ്പോൾ അത് തിരിച്ച് പ്രതിഫലിപ്പിക്കുമ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ അത് എങ്ങനെ ഇരിക്കണം എന്ന് നടൻ അറിയണം. ഇവൻ നല്ല മികച്ച നടനായി. ഇതാണോ എനിക്ക് വേണ്ടതെന്ന് ആലോചിക്കുക. അതായത് എനിക്ക് നല്ല നടനാവാനാണോ എൻ്റെ ആഗ്രഹം, അതോ ഈ നേരത്തെ പറഞ്ഞ തുള്ളി പോലെ സമുദ്രത്തിൽ ലയിക്കാനാണോ ആഗ്രഹം? ഞാൻ പറയുന്നത് വളരെ വിചിത്രമായിട്ട് തോന്നിയേക്കാം. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കെന്താ വേണ്ടത്? കാണിക്കലാണോ വേണ്ട, അനുഭവിക്കലാണോ? അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാണ്ടാവും. കാരണം ഈ ചോദ്യങ്ങളൊക്കെ കാണിക്കാനുള്ളതാണ്. തെറ്റിദ്ധരിക്കേണ്ട, ഉള്ള കാര്യം പറഞ്ഞു മാത്രം. ഞാൻ ഇങ്ങനെയൊക്കെ എന്നിലൂടെ ഉത്തരം വരുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? ആൾക്കനുസരിച്ച്. അതുകൊണ്ട് വേറെ ആൾ വന്ന് ചോദിച്ചാൽ വേറെ വല്ലതും പറയും. അഗ്നിഹോത്രം ചെയ്താൽ, അഗ്നിഹോത്രത്തിൽ അമർന്നാൽ അഗ്നിയായി തീരും. അല്ലാതെ മന്ത്രം കൊണ്ടോ യന്ത്രം കൊണ്ടോ അഗ്നിയിൽ നമ്മൾ വാരിയിടുന്ന കൊണ്ടോ ഒന്നുമല്ല. അഗ്നിയായി മാറണം. അഗ്നിയായി മാറിയാൽ പിന്നെ അതിനെന്തുത്തരവുള്ളത്? ശിവനായില്ലേ? ഇത് അഗ്നിഹോത്രം കൊണ്ടുള്ള ഒറ്റപ്പാണ്. സ്വയം കത്തുന്നുണ്ടോ, സ്വയം ഇല്ലാണ്ടാവുന്നുണ്ടോ, ഇതെല്ലാം നോക്കാൻ ഒരു വഴിയില്ല. എങ്കിലും അല്പം കരി മിച്ചം വരും. അതിൻ്റെ പേര് കാർബൺ. അതില്ലാണ്ടാവില്ല. അതില്ലാണ്ടായ പ്രകൃതിയില്ല, പ്രപഞ്ചമില്ല. ആ അഗ്നി പ്രകൃതിയിലൂടെ ആ കരിയെ ഇങ്ങനെ പല നാമരൂപങ്ങളാക്കി വെച്ചിരിക്കുക. ഊർജ്ജമല്ലേ അഗ്നി? ആ ഊർജം, അതിനൊപ്പം തന്നെ ഉഷ്ണം. ഊർജം പ്രകാശ രൂപത്തിൽ തന്നെ കാണാനൊപ്പം അതിനകത്ത് ഉഷ്ണം. ഇത്ര അത്ഭുതം അത്. നമുക്ക് വെള്ളത്തെ വിഘടിപ്പിച്ച് പറയുന്നുണ്ടല്ലോ, ഹൈഡ്രജൻ ഓക്സിജൻ എന്നാണ്, കുന്തമാണ്, കുറച്ചൊക്കെ. വായുവിനെ ഘടിപ്പിച്ച് പറയാമല്ലോ, ഇന്ന വായുക്കളാന്ന് പറയാം. അഗ്നി എന്തെടുക്കുക? എന്താ അഗ്നി? നമ്മൾ തീപ്പെട്ടി ഉരച്ചു തീ കൊടുക്കുന്നു, കത്തുന്നു. അപ്പൊ പറയും ഊർജം വേറെ ഒന്നിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ഫിസിക്സ് ഒക്കെ പറയും, അല്ലേ? വേറെ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോം. ഇതൊക്കെ ശരി. ഈ തീ എന്ത് സാധനം? അത് ബാക്കിയുള്ള സാധനമൊക്കെ താഴോട്ട് പോകും, ഗ്രാവിറ്റേഷൻ പ്രിൻസിപ്പിൾ. ഇത് മേലോട്ട് എന്തുകൊണ്ട് പോകണം? എന്താ ഇതൊക്കെ? എന്താ പറയാനെ പറ്റി എനിക്ക് ചിന്തിച്ച് മനസ്സിലാവാത്ത സാധനം ഈ അഗ്നി. അതിലേക്ക് പക്ഷെ ഒറ്റ കാര്യമുണ്ട്, അതിലേക്ക് വീണ് അതായത് തീരുക. എരിഞ്ഞമർന്നില്ലാണ്ടായിക്കോളും. എരിഞ്ഞമർന്നില്ലാണ്ടാകുന്ന ആ ചാരം അവിടെ കിടക്കുമ്പോൾ ആ ചാരം നിന്ന് കാണുന്നു. ആ ചാരത്തിലും സാക്ഷിയാവുന്നിരിക്കുന്നു. അതെങ്ങനെ? അതായത് ചാരത്തിൽ പോലും ഈശ്വരനായിരിക്കുന്ന, ചാരം പോലും ഈശ്വരൻ, അവൻ തന്നെ സാരം. എന്തൊരു അത്ഭുതം ഇത്! ഈ പ്രകൃതി മുഴുവൻ അത്ഭുതങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. പക്ഷെ ഇത് കാണാൻ ഒരു കണ്ണ് ഡെവലപ്പ് ചെയ്യണം. അത് ഗുരുകൃപയില്ല, രക്ഷയില്ല. എത്ര അധ്വാനിച്ചാൽ, എത്ര ദിവസം ചെയ്താലും സന്തോഷം ഉണ്ടാവില്ല. എത്ര അധ്വാനിക്കുന്നു അത്രകൊണ്ട് സന്തോഷം ദൂരെ പോകും. എത്ര ആശ്രമം വലുതാവുന്നു അത്ര കൊണ്ട് സന്തോഷം പോകും.